കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, കുറച്ചധിക ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടിയൊരു ഫേൺ പ്ലാന്റിൻ്റെ സ്റ്റോറി പറഞ്ഞിരുന്നു. ഇതാണ് അതിൻ്റെ ബാക്കി സ്റ്റോറി. ഐ നോ ഞാൻ കുറച്ച് ലേറ്റായി പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഡെസ്ക് ടോപ്പ് ടേബിളിൻ്റെ മുകളിലൊരു പ്ലാന്റ് വെക്കണം എന്നുള്ളത്. ആൻഡ് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തിരുന്നൊരു പ്ലാന്റാണിത്. ഇൻഡോറിലേക്ക് മാറ്റണമെങ്കിൽ ഇതിന് ഒരു ഇൻഡോർ പോട്ടിലേക്ക് മാറ്റണം. സോ അങ്ങനെ ഇൻഡോർ പോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷോപ്പിൽ ചെന്നു. അവിടെ നോക്കുമ്പോൾ ഇഷ്ടംപോലെ ഇൻഡോർ പോട്ട്സുകളുണ്ട്. പക്ഷേ എല്ലാം വൈറ്റ് കളറാണ്. എനിക്കാണെങ്കിൽ വേണ്ടത് ബ്ലാക്ക് കളറാണ്. കാരണം എൻ്റെ ടേബിളിലുള്ള ഒരുവിധ എല്ലാ സാധനങ്ങളും ബ്ലാക്ക് കളറാണ്. ആൻഡ് ഐ വോണ്ട് ടു കീപ് ദാറ്റ് തീം. ഞാൻ ആ ഷോപ്പിൻ്റെ ഓണറടുത്ത് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ഇൻഡോർ പോട്ട്സുകളെല്ലാം വൈറ്റ് കളറിലെന്ന്. അപ്പോൾ അവർ പറഞ്ഞത്, ഇപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് ആവശ്യപ്പെടുന്നത് ഇൻഡോറിലേക്ക് വേണ്ടിയിട്ട് വൈറ്റ് കളറുള്ള പോട്ട്സാണ്. അപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഷോപ്പുകളിൽ പലതരം ഓപ്ഷൻസ് വെച്ചാലല്ലേ കസ്റ്റമേഴ്സിന് അതിൽ നിന്ന് ആവശ്യമുള്ള നോക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു പലരും ഫോഴ്സ്ഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കാരണം ദേ ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻസ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് പോട്ട് വാങ്ങിക്കാതെയാണ് പോകുന്നത്. ഇപ്പോൾ തൽക്കാലം ഈ പഴയ പോട്ടിൽ തന്നെ സോയിലൊക്കെ ഒന്ന് മാറ്റിയിട്ട് റീപോർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ആൻഡ് ഡ്രെയിനിങ് ട്രേ ആയിട്ട് ഞാനിവിടെ ഒരു ബോക്സിൻ്റെ ടോപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഇൻഡോർ പോട്ട് വാങ്ങുന്നത് വരെ തൽക്കാലം ഇത് മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സോയിലൊക്കെ മാറ്റി എല്ലാം ക്ലീൻ ചെയ്ത് ഫൈനലി ടേബിളിൻ്റെ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ എനിക്കൊരു കുറവ് തോന്നിയത്, ഇതിന് താഴെ വെച്ചിരിക്കുന്ന ട്രേ ഉണ്ടോ, ഡ്രെയിനേജിന് വേണ്ടി വെച്ചാണ്. സോ ഇവിടെ ഇതെനിക്ക് റൗണ്ടിൽ കിട്ടിയില്ല. സോ ഇവിടെ ഒരു സ്പേസ് നമുക്ക് ബ്ലാങ്കറ്റ് എടുക്കുന്നുണ്ട്, വിച്ച് ഈസ് കൈൻഡ് ഓഫ് നോട്ട് ഗുഡ്. ഓവറോൾ ഇത് വന്നപ്പോൾ ടേബിളിൻ്റെ ലുക്ക് ആകെ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് ഐ റിയലി ലവ്ഡ് ഇറ്റ്.